ഇന്നത്തെ ബ്രേക്കിംഗ് അവേഴ്സിൽ റിപ്പോർട്ടർ വാർത്താ സംഘം വിവിധ പഞ്ചായത്തുകളിലുണ്ട്. ഉദ്യോഗസ്ഥരെ ജാഗ്രത, നിങ്ങളുടെയൊക്കെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ക്യാമറയുമായി ഞങ്ങളുടെ സംഘം കാത്തു നിൽക്കുന്നുണ്ട്. വൈകി വന്നിട്ടുണ്ടെങ്കിൽ പിടിവീഴും. അപ്പോൾ അഷിൻ ഡിയാഗോയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. കരകുളം പഞ്ചായത്തിന്റെ മുകളിലത്തെ നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അഷിൻ ഡിയാഗോ. നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോകുന്നു. കൊട്ടൻകര പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ദിലീപ് ദേവസ്യ തയ്യാറാണ്. ദിലീപ് ദേവസ്യ, ഈ ഒരു ലൈവത്തോണിലേക്ക് നയിച്ചത് തന്നെ സണ്ണിയുടെ സമരമാണ്. അപ്പോൾ കൊട്ടൻകര പഞ്ചായത്തിൽ കാര്യങ്ങളെല്ലാം ഉഷാറാണോ, കൃത്യമാണോ, എത്ര പേർ വരണം അവിടെ, എല്ലാവരും എത്തിക്കഴിഞ്ഞോ? സുജിയ, ഇവിടെ പഞ്ചിങ് ഇല്ല, ഇവിടെ ഒപ്പിടുകൾ ആണ്. ഇവിടെ 19 സ്റ്റാഫാണ് ഈ കൊറ്റങ്കര പഞ്ചായത്തിലുള്ളത്. കൊറ്റങ്കര പഞ്ചായത്തിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ 19 പേരിൽ എല്ലാവരും തന്നെ നേരത്തെ തന്നെ എത്തിയിരുന്നു. 9:50 ആയപ്പോൾ തന്നെ സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ എത്തിയിരുന്നു. ഇപ്പോഴും ചില കസേരകൾ ഒഴിഞ്ഞു കിടക്കുക, ഈ മുന്നിൽ കാണുന്ന കസേരകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന സർക്കാർ ഓഫീസുകളിൽ ഇന്നലെ, അതായത് കൊല്ലത്ത് ചിതറ പഞ്ചായത്തിലായിരുന്നു ജീവനക്കാർ വൈകി എത്തിയതിനെ തുടർന്ന് സമരം നടത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒറ്റയാൾ സമരം, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒറ്റയാൾ സമരം നടത്തുകയും പിന്നീട് അത് വിജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ മുന്നിൽ, അതായത് ആളുകൾ വന്ന് സേവനം നോക്കേണ്ട കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. മറ്റു ചിലർ നമുക്ക് അവരെ എടുത്ത് പറയേണ്ടതുണ്ട്, അവരെ പ്രശംസിക്കേണ്ടതുണ്ട്. അവരെല്ലാവരും തന്നെ നേരത്തെ എത്തിയത് ഞാൻ ഈ കാണുന്ന അവരെല്ലാവരും 9:50 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. സെക്രട്ടറിയും അതുപോലെ തന്നെ, സെക്രട്ടറി നേരത്തെ തന്നെ എത്തിയ വ്യക്തിയാണ്. ഈ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് 19 ജീവനക്കാർക്ക് ഉള്ള ആളുകളാണ്. ഇവരെല്ലാവരും നേരത്തെ തന്നെ എത്തിയ ആളുകളാണ്. ആരും തന്നെ വൈകി എത്തിയവരാരും ഇല്ല. പക്ഷേ ഈ ഇരിക്കുന്ന കസേരകൾ കാലി, ഇവിടെ ജീവനക്കാരുണ്ടോ? 2 പേര് ഇലക്ഷൻ ഡ്യൂട്ടിയാണെന്നാണ് പറഞ്ഞത്. ബാക്കി ഒരാൾ ലീവ്, ആക്സിഡൻറ്റ് സംഭവിച്ച് ലീവാണല്ലേ? അപ്പോൾ ഓക്കെ, അങ്ങനെ അപ്പോൾ ഇനി ആരും വരാനില്ല. അപ്പോൾ 4 പേര് ഇലക്ഷൻ ഡ്യൂട്ടി, ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നു, ഒരാൾ ലീവുമാണ്. അങ്ങനെ ആണ്. എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഇനി ജീവനക്കാരൊന്നും വരാനില്ല. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഏത് ഭാഗത്തെ തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയാണ് ദിലീപ്? അതുകൂടി ചോദിക്കാം. ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്ത് തെരഞ്ഞെടുപ്പിന്റെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളാണ്? എങ്ങനെ? അക്കൗണ്ടിംഗ് ടീമാണെന്നാണ്, കളക്ടറേറ്റിലെ അക്കൗണ്ടിംഗ് ടീമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും തന്നെ കൃത്യസമയത്ത് എത്തിയ ആളുകളാണ്. അവരെല്ലാവരും തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ എത്തിയവരുണ്ട്. 9:50 തന്നെ എത്തിയ ആളുകളാണ് എല്ലാവരും ഇരിക്കുന്നത്. അവരെല്ലാവരും നമുക്ക് പ്രശംസിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മളും 9:30 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. 9:50 തന്നെ ഈ ഇരിക്കുന്ന ജീവനക്കാരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ള. ബാക്കിയുള്ള കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റ് സഹപ്രവർത്തകരെ സഹായിക്കാനാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയില്ല. എന്തായാലും കസേരകൾ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. 4 പേർ ഇലക്ഷൻ ഡ്യൂട്ടി, എത്ര പേർ അവധിയുണ്ട്, എത്ര കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു? 19 എന്നല്ലേ ദിലീപ് പറഞ്ഞ കണക്ക്? അതിലിപ്പോൾ എത്ര കസേര ഒഴിഞ്ഞു കിടക്കുന്നു? 4, 5, 6, 7 കസേരകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. 8 കസേര, 9 കസേര, 10 കസേര, അതെല്ലാം പിന്നെ ചെയർമാൻ്റെയും മറ്റു കാര്യങ്ങളിലുള്ള കസേരയാണ്. മൊത്തം ഇവിടെ 10 കസേരകൾ ഒഴിഞ്ഞു. ഫ്രണ്ട് ഇങ്ങോട്ട് വരും, ഒന്ന് ഡീറ്റെയിൽ ചെയ്തോളൂ. കാരണം നമ്മൾക്ക് അങ്ങോട്ട് കിടക്കുന്നതിലൊരു പരിധിയുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ചെയ്തോളൂ. അല്ല, പറഞ്ഞോളൂ. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഉണ്ട്. പേടിക്കേണ്ട സ്റ്റാഫുകളുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. രണ്ട് OAമാരാണ് ഉള്ളത്. ഒരാൾ ആക്സിഡൻറ്റ് പറ്റി കിടക്കും, ഒരാൾ ലീവാണ്, 3 മാസത്തേക്ക് ലീവ് കൊടുത്തിട്ട് പോയതാണ്. പിന്നെ ഒരാൾ ഫ്രണ്ട് ഓഫീസ് ഡ്യൂട്ടിയാണ് താഴെ. പിന്നെ JS ട്രെയിനിങ് ആണ്. AS ലീവാണ്. അത് ഒരു ദിവസം ലീവല്ല, ഒരാഴ്ചത്തേക്ക് സാറ് ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് ലീവ് എടുത്തതാണ്. 2 പേര് നമ്മുടെ ഈ ഇലക്ഷൻ്റെ കണക്ക് എക്സ്പെൻഡിച്ചർ ഇതിൻ്റെ വേണ്ടിയും ഒരു 5 ദിവസത്തേക്ക് അവർ ഡ്യൂട്ടിയിലാണ്. അവർ ഇവിടെയല്ല, ഈ ഓഫീസിലെല്ലാം ഡ്യൂട്ടി ഉള്ളത്. അവരെല്ലാം റിലീവ് ചെയ്ത് പോയേക്കാണ്. പിന്നെ 2 പേര് മൂവ്മെൻ്റ് ഉണ്ട്. അത് OA ഇല്ലാത്തതുകൊണ്ട് ട്രഷറി ബില്ല് കൊണ്ട് കൊടുക്കാനും, അതായത് സെഷൻ്റെ ആൾ തന്നെ പോകേണ്ടി വരും. അത് വൈകിയല്ല, ആളുടെ എണ്ണം അവിടെ ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. 2 പേര് ഞാൻ പറഞ്ഞില്ലേ, ലീവായിട്ടുള്ളവർ ലീവ് തന്നെ, അതായത് ആക്സിഡൻറ്റ് 3 മാസത്തേക്കുള്ളിൽ ലീവാണ്. ഒരാൾ നേരത്തെ 3 മാസം ലീവ് കൊടുത്തുള്ളൂ. എന്തായാലും നിങ്ങളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അതിൽ കൺഗ്രാജുലേഷൻ. നിങ്ങളെ ജോലിയാണ്. സെക്രട്ടറി ഉണ്ട്. സെക്രട്ടറി നേരത്തെ എത്തി. ഞങ്ങൾ പുറത്തിരിക്കുന്നത് സാറിനോട് ആദ്യം നിങ്ങളൊന്ന് ജീവനക്കാരുടെ താഴെ നമ്പറുണ്ട്, പേരുണ്ട്, എല്ലാ വിവരങ്ങളും ഉണ്ട്.
കൊറ്റങ്കര സെക്രട്ടറി മിടുക്കനാണ്. അയാൾ 9:50 ഇവിടെ എത്തിയിട്ടുണ്ട്. സുജിയ, ദിലീപ്, ഞാൻ ചോദിക്കാൻ വന്നത് അവിടെ ഇത്രയും പേർ, അതായത് 3 മാസമായിട്ടൊക്കെ ഒരാൾ അവധിയെടുത്ത് പോകുമ്പോഴേക്കും സാധാരണ ഇപ്പോൾ നമ്മുടെ ജോലിയിലാണെങ്കിലും ഇപ്പോൾ ദിലീപ് കല്യാണം കഴിക്കാൻ പോയപ്പോഴേക്കും പകരം തിരുവനന്തപുരത്ത് നാളെ നമ്മൾ കൊല്ലത്ത് കൊടുത്തല്ലോ, അല്ലാതെ കൊല്ലം ബ്യൂറോ നമ്മൾ ഒഴിച്ചിട്ടില്ല. അതുപോലെ ഈ പഞ്ചായത്ത് ഓഫീസിലെ ഓരോ കസേരയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. ആ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളുണ്ട്. ആ ജോലിക്ക് ഒരു പുനർവിന്യാസം ഉണ്ടായിട്ടുണ്ടോ? പകരം ആളെ ഇട്ടിട്ടുണ്ടോ? ഇത്രയും നാൾ ലീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ച് വരട്ടെ എന്ന് വെച്ച് അവിടെ അങ്ങ് ഒഴിഞ്ഞു കിടക്കുകയാണോ? അവിടെ നടക്കേണ്ട പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണോ? അതുകൂടി ചോദിക്കൂ. എന്തായാലും ആ ജീവനക്കാർ ഇവിടുന്ന് പോയി. സുജിയ, ഇനി കൂടുതൽ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരാൾ കയറി വരുമ്പോൾ കാണുന്ന കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളാണ്. അത് തന്നെ ഒരു പഞ്ചായത്തിന് കയറി വരുമ്പോൾ ആൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഇനി അങ്ങോട്ട് പോകുന്നത് ആരെങ്കിലൊന്നും അങ്ങോട്ട് കയറി ചെന്ന് സംസാരിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. അതിലൊരു ബോർഡറുണ്ട്. അപ്പോൾ നമുക്ക് സമയം ചുരുക്കായതുകൊണ്ട് ഈ കസേരകൾ കഥ പറയുന്നതാണ്. അതായത് ഒഴിഞ്ഞ കസേരകൾ ഒരു പക്ഷേ സത്യം പറയുന്നത് സുജയ്ക്കും ഈ ദൃശ്യങ്ങളും കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. എന്തായാലും കൊറ്റങ്കര പഞ്ചായത്തിൽ സെക്രട്ടറി അടക്കമുള്ള ഈ ജീവനക്കാരെല്ലാവരും 9 വൈകി വരാനും അവധിയെടുക്കാനും മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിനും സർവീസ് സംഘടനകളുടെയൊക്കെ അതായത് രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ദിലീപ് ദേവസ്യാണ് കൊറ്റങ്കര പഞ്ചായത്തിലെ കാഴ്ചകൾ പങ്കുവച്ചത്.